ഹലോ, ഞാൻ മിഹ മെഹബീൻ BK കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് ഇവിടെ ഫറൂഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഇപ്രാവശ്യം നീറ്റ് 2024 എനിക്ക് 690 ഔട്ട് ഓഫ് 720 സ്കോർ ചെയ്യാൻ പറ്റി. ഒത്തിരി സന്തോഷം ഉണ്ടായില്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 596 ആയിരുന്നു മാർക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നീറ്റ് പ്രശ്നമൊക്കെ വന്നതിൽ എനിക്ക് 695 ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത കാരണമായിട്ട് 5 മാർക്ക് പോകണ്ടായി. അങ്ങനെ 690 ആയി മാർക്ക്. ഞാൻ ഓൺലൈനിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. റീറിപ്പീറ്റാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓഫ്ലൈനായിട്ട് ബ്രില്യൻ്റ് പോയി പഠിച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ച് ഓൺലൈന് മതി. ഓൺലൈന് ആണ് എനിക്ക് കുറച്ചുകൂടെ. കാരണം എനിക്ക് തോന്നി നമ്മൾ ചുറ്റുപാടധികം ബാധിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ലൈഫിനേക്കാളും നല്ലത് ഓൺലൈനായിരിക്കും എപ്പോഴും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചൂസ് ചെയ്യുമ്പം ഞാൻ ഹോസ്റ്റലിൽ പോയിങ്ങാണ്ട് നിന്നപ്പോൾ എനിക്ക് തോന്നുക ഞാൻ ബാക്കിയുള്ളവർ എവിടെ എത്തി, ബാക്കിയുള്ളവർ പഠിക്കുക, അവരെ ടെൻഷനും കൂടെ എൻ്റെ ടെൻഷന്. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു അവിടെ ഹോസ്റ്റലിൽ പോയപ്പോൾ. ബ്രില്യൻ്റ് ഹോസ്റ്റൽ അടിപൊളിയാണ്, പക്ഷേ ഹോസ്റ്റലിൻ്റെ ഇതൊന്നുമല്ല. എനിക്ക് അവിടെ ഒരു പൊരുത്തപ്പെട്ട് വരാൻ കുറച്ചൊരു സമയമെടുത്തു. അപ്പം അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ഈ റിപ്പീറ്റിന് വേണ്ടിയിട്ട് വീട്ടിൽ ഓൺലൈനായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. ഓൺലൈന് നല്ല അനുഭവമായിരുന്നു. ഞാൻ രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ സാധാരണ ഉറങ്ങിയിട്ട് ഒരു രാത്രി 3 മണി 4 മണി 5 മണി 6 മണിയൊക്കെ വരെ ഇരുന്ന് ഇങ്ങനെ പഠിക്കും. രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങാൽ സാധാരണ. ഒരുപാട് പുസ്തകം ഉണ്ടായിന്. ബ്രില്യൻ്റിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് സഹായിച്ചാണ്. എൻ്റെ വീട്ടിൽ ശരിക്കും ഈ മേശമെന്ന് ഇവിടുന്ന് തൊട്ട് ഇത്ര ഒറ്റയ്ക്ക് പുസ്തകം ഉണ്ടായിരുന്നു. ഒരുപാട് പാക്കേജും മെറ്റീരിയലും. ഞാൻ വേറൊരു പുസ്തകവും പുറത്തുനിന്ന് എഴുതിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റലിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ അവിടുന്ന് ബ്രില്യൻ്റ് ലൈബ്രറി പോയിട്ട് ഒരുപാട് പുസ്തകം യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് പുസ്തകം എക്സ്ട്രാ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് തോന്നി അതിനേക്കാളൊക്കെ ബെറ്റർ ബ്രില്യൻ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും സ്റ്റഡി പാക്കേജും. കാരണം അതിൻ്റെ അകത്തൊക്കെ ഓരോ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട അത്രയ്ക്കും ക്വസ്റ്റ്യൻസ് കറക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ശരിക്കും എത്ര ചെയ്യണം ആ ഒരു എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മറ്റേ ബാക്കി എല്ലാ ഗൈഡിൻ്റെ അകത്തൊക്കെ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിലധികം ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊക്കെ ഇരിക്കേണ്ടി വരും. ചില ഗൈഡിൻ്റെ അകത്ത് JEE അഡ്വാൻസിൻ്റെ ഒക്കെ ലെവലുണ്ട്. പക്ഷേ ബ്രില്യൻ്റിൻ്റെ മെറ്റീരിയൽസ് കറക്റ്റ് പ്രിസൈസാണ്. ആ ഒരു ഒരു ടോപ്പിക്കിൽ നിന്ന് വേണ്ട പോർഷൻസ് മാത്രമേ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസൊക്കെ വന്ന് അടിപൊളി മെറ്റീരിയൽസാണ്. മാത്രം നല്ല ജേണിയാണ്. ബ്രില്യൻ്റ് ഒത്തിരി സഹായിച്ചു. എൻ്റെ ക്ലാസ് ടീച്ചർ ഒരുപാട് ഇന്ദുരാജ് സാറായിരുന്നു. ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒത്തിരി. ഞാനെപ്പോഴും ടെൻഷൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ ടെൻഷനൊക്കെ എപ്പോഴും വിളിച്ചിട്ട് സാറെടുത്ത് എപ്പോഴും വിളിക്കും. രാത്രി ആയാലും 9 മണിയായാലും 10 മണിയായാലും സാറെ വിളിച്ച് എപ്പോഴും ഫോൺ എടുത്തിട്ട് എന്താ മോളേന്ന് ചോദിച്ചിട്ട് സാറെപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്നോട്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ജോർജ് സാറ് മീറ്റിംഗ്, ഇതിനിടയിൽ കൂടെ സാറ് ഒത്തിരി മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ബ്രില്യൻ്റ് ഒരുപാട് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നീറ്റ് 2024 എന്ന് പറയുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചത്. മകള് രണ്ടാമത്തെ ചാൻസിലാണ് 690 മാർക്ക് സ്കോർ ചെയ്യുന്നത്. അവൾക്ക് എയിംസിൽ പഠിക്കാനാണ് താല്പര്യം. അതിനനുസരിച്ചിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു എയിംസിൽ പഠിക്കാനാണ് ആഗ്രഹം എന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ളത് ബ്രില്യൻ്റിൻ്റെ ടീച്ചേഴ്സാണ്. ഞാനും PG കഴിഞ്ഞതാണെങ്കിൽ പോലും ഒരുപാട് അധ്യാപകരുടെ ക്ലാസ്സിൽ ഇരുന്നതാണ്. ഞാൻ കുറേ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ബ്രില്യൻ്റിലെ ഓരോ അധ്യാപകരും ഇത്ര കമ്മിറ്റഡ് ആണെന്നുള്ളത് രാത്രി 12 മണിക്കും 11 മണിക്കും ഒക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുമ്പോൾ ആ ഫസ്റ്റ് റിങ് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരിട്ട് ചെന്ന് എൻ്റെ മക്കളുടെ പഠിത്ത കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ ചോദിക്കാറില്ല. പക്ഷെ നമുക്ക് മക്കൾ അവരുടെ ക്ലാസ് ടീച്ചറായിട്ട് ഇടപഴകുന്ന ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കൊന്നും ആ ഒരു പഠിത്തത്തിൽ ഇടപഴകേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ബ്രില്യൻ്റിൻ്റെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രം കൊണ്ടാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ മകള് ഇപ്പോൾ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് പിന്നെ ബ്രില്യൻ്റിൻ്റെ കോഴിക്കോട്
സ്റ്റഡി സെൻറ്ററിൽ ഞാൻ JEE അഡ്വാൻസിന് ചേർത്തിട്ടുണ്ട്. അതും ബ്രില്യൻ്റ് എന്നുള്ള ഒരു സ്ഥാപനത്തിനേക്കാൾ ഉപരി അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ആ വിദ്യാർത്ഥികളോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കേസാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ മകളെ അവിടെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളൊരു ലക്ഷ്യബോധം വെച്ചിട്ട് പഠിക്കുക. അത് IAS ആയിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മുടെ മുന്നിലൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പഠിച്ചു കയറുക എന്നുള്ളത് മാത്രമേ ഈ വിജയത്തിലെത്താനുള്ള ഒരു വഴിയുള്ളൂ. അല്ലാണ്ട് കുറേ ഇരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കിട്ടിയതുകൊണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി സ്വയം നമ്മൾക്ക് ആ ഒരു എയിം ഗോളിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ് വേണ്ടത്. ആ കോൺഫിഡൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റുഡൻറ്റിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അധ്യാപകരും അതിന് പറ്റുന്ന ക്യാമ്പസും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ഹയർ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. ഇതേ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇതേ ഒരു ലക്ഷ്യബോധം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന പിള്ളേർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എക്സാമിലൊക്കെ 1ാം റാങ്ക് കിട്ടിയ കുട്ടികളായിരിക്കും ഒരുപക്ഷെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവുക. കാരണം അത്രയും കുട്ടികളൊക്കെ പഠിച്ച് ആ ഒരു ലെവലിൽ പുസ്തകം കാണാപ്പാഠം പഠിക്കുകയും അതിൽ നിന്ന് വിവിധ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന പിള്ളേരും അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന അധ്യാപകരും ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലും എല്ലാ പിള്ളേർക്കും കൂടുതൽ റാങ്കും എല്ലാവർക്കും ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനത്ത് എത്തിപ്പെടാനും പറ്റും എന്നുള്ളത് ഈ ഒരു എൻട്രൻസോട് കൂടി എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ മകള് ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സാമിൽ അറ്റൻഡ് ചെയ്തത്. അതവൾ എത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. 30 മാർക്ക് കുറവ് എന്നുള്ളതിനേക്കാൾ ഉപരി 690 കിട്ടി എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. കാരണം 3777 ഓൾ ഇന്ത്യ റാങ്ക്. ആ റാങ്ക് വെച്ചിട്ട് ഏതെങ്കിലും ഇന്ത്യയിലുള്ള ഗവൺമെൻറ് ഏറ്റവും നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.